അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മനുഷ്യത്വം വറ്റിവരണ്ടിട്ടില്ലാത്ത ലോകത്തിന്റെ പച്ചപ്പുള്ള അടയാളമാണ് മാടക്കുന്ന് സ്വദേശിയായ രാമദാസ് ഒ.കെ. തപാൽ വകുപ്പിലെ പോസ്റ്റ്മാനായി നീണ്ട 30 വർഷക്കാലം സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം 30 വർഷവും മാടക്കുന്ന് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു. കിലോമീറ്ററുകളോളം നടന്ന് നാട്ടുകാർക്ക് കത്തുകൾ എത്തിച്ചിരുന്ന അദ്ദേഹം ഒരു നാൾ ചെന്നെത്തിയത് ഒരു കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കാനായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിസ്മയകരമായ ഒരു നിയോഗമാക്കി മാറ്റുന്നു. മാടക്കുന്ന് സ്വദേശി രാമദാസ് ഒ.കെയുടെ വിശേഷങ്ങൾ കേൾക്കാം ഇന്ന് അഞ്ചലോട്ടത്തിൽ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റിലിയുടെ പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുന്ന പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എൻ്റെ പേര് രാമദാസ് ഒ.കെ. വാളൽ മാടക്കുന്ന് പോസ്റ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ഞാൻ 1985 ആണ് പോസ്റ്റ് ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ഒരു 30 വർഷത്തോളം ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത് 232 റുപ്യൻ്റെ ശമ്പളത്തിലാണ് ഞാൻ അന്ന് വർക്ക് ചെയ്തത്. ഇപ്പോൾ 14,000 ചില്ലാൻ റുപ്യ ആയതിന് ശേഷമാണ് ഞാൻ പിരിഞ്ഞത്. പിന്നെ എൻ്റെ അനുഭവം എന്നാൽ പല സ്ഥലത്തും കത്തും കൊണ്ട് പോകുമ്പോഴേ പിന്നെ ഈ മക്കളൊക്കെ ഇങ്ങനെ പുഴവക്കത്തും റോഡ് സൈഡിലൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു പയ്യെ അവസ്മാര ഇളകി തോടിൻ്റെ പക്കത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ ഉടനെ തന്നെ ഓരോ വീട്ടിൽ അറിയിച്ച് അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതുപോലെ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഉള്ള ഭയങ്കര അടിയും പിടിയൊക്കെ ആയിരുന്നു. അതിൽ അതേപോലെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയത് ഞാൻ തന്നെയായിരുന്നു. അതായത് ഒരു 7 മണിയാകുമ്പോൾ അവർ ഒരു പുഴവക്കത്ത് പോയിട്ട് കുട്ടീനെയും എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നേരമാണ് ഞാൻ കത്തും കൊടുത്ത് വരുന്ന സമയം. രാത്രിയായി. അവർ പുഴയിലേക്ക് ചാടി മരിക്കാനുള്ള ഇതായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ ഒരു വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അത് കൂടുതൽ പറഞ്ഞാൽ ഒന്നും തീരുകയില്ല, അത്രയുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യയും മകനുമാണ് ഉള്ളത്. മകൻ്റെ ഭാര്യയുണ്ട്, അവർ ദുബായിലാണ്. പിന്നെ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ പ്രദേശത്ത് മാറ്റലീൻ്റെ ഈ റേഡിയോ വന്നതിന് ശേഷം ഞാൻ TV ഉണ്ടെങ്കിലും റേഡിയോ ആണ് ഉപയോഗിക്കൽ അധികം. ഈ റേഡിയോ ഉപയോഗിച്ച് എല്ലാ പാട്ടുകളും കേൾക്കും. എനിക്ക് ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ ഞാൻ കത്തയച്ച് അവരെ അവതരിപ്പിക്കും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഈ പാട്ടുകളൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ജോലി കിട്ടിയതെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെ ഇന്റർവ്യൂയോ പരീക്ഷകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? ഇന്റർവ്യൂവിൽ പങ്കെടുത്ത എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞാണ് എനിക്ക് ജോലി കിട്ടിയത്. അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക് ആ ജോലി ശരിയാക്കി തന്നത്. അതുവരെ ഞാൻ കൽപ്പറ്റ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഡെയിലി വേജസിനായിട്ട് ആസ്പത്രിയിൽ എടുക്കുകയായിരുന്നു. അന്നേരമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. പിന്നെ എനിക്ക് അതിന് പോകാൻ പറ്റാണ്ടായി. എവിടെയായിരുന്നു ആദ്യത്തെ നിയമനം? അത് മാടക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ തന്നെയായിരുന്നു ആദ്യത്തെ നിയമനം. എത്ര വർഷം ഈ പോസ്റ്റൽ മേഖലയിലുണ്ടായിരുന്നു? ഞാൻ 30 വർഷത്തോളം ഈ പോസ്റ്റ് ഓഫീസ് മേഖലയിൽ. മാടക്കുന്ന് തന്നെയാണോ ഈ 30 വർഷവും ജോലി? മാടക്കുന്ന് തന്നെ 30 വർഷവും. സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോസ്റ്റ്മാനായി വന്നപ്പോഴുണ്ടായ മെച്ചങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ വീട്ടിൽ ഉച്ച സമയമാകുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ച് എനിക്ക് വീണ്ടും കത്ത് കൊണ്ട് കൊടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ വർഷക്കാലത്തൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വർഷക്കാലത്ത് അരക്കി വെള്ളത്തിലൊക്കെ പോകും കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും മേൽവിലാസക്കാർ പറയും, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടൊന്നും കത്തൊന്നും കൊണ്ടുതരേണ്ട ആവശ്യമില്ല, അത് പിറ്റേന്ന് മതി, വെള്ളം താണിട്ടൊക്കെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയും.
ഈ പരിചയമുള്ള സ്ഥലത്ത് തന്നെ പോസ്റ്റ്മാനായി വന്നത് കുറച്ചൊക്കെ ഉപകാരപ്രദമായോ? എന്താണെന്ന് വെച്ചാൽ വീടുകളും സ്ഥലങ്ങളും ഒക്കെ ആദ്യമേ അറിയായിരുന്നല്ലോ രാമദാസ് ചേട്ടന്. അറിയാം, എല്ലാ വീടും എനിക്ക് പരിചയമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോകും, അടുത്തുള്ള അവർ തന്നെ വിളിക്കും. അങ്ങനെ എല്ലാ 3 പഞ്ചായത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാനുള്ള സാധിച്ചു. കാവുമന്നം പോസ്റ്റ് ഓഫീസ്, മാടക്കുന്ന്, വെങ്ങപ്പള്ളി എന്നീ പോസ്റ്റ് ഓഫീസിലൊക്കെ ആയിട്ടുണ്ട്. 30 വർഷം ഈ മേഖലയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ റിട്ടയർ ചെയ്തത് ഏത് വർഷമായിരുന്നു? റിട്ടയർഡ് ആയത് 2023 റിട്ടയർഡ്. 2023 റിട്ടയർ ആവുമ്പോഴും അന്ന് കയറി ആ ഒരു സമയവും തമ്മിൽ കത്തുകൾ വരുന്നതിൽ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതായിട്ട് തോന്നിയത്? അത് കഴിഞ്ഞ ശേഷം ഇഷ്ടംപോലെ കത്തുകൾ വരികയായിരുന്നു. രജിസ്റ്റേർഡ് അതൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 100 രജിസ്റ്റേർഡൊക്കെ ഒറ്റ പ്രാവശ്യമൊക്കെ വരും. ഇത് കൊടുത്ത് തീർക്കണം, ഇല്ലെങ്കിൽ പിറ്റേന്ന് അത് റിമാർക്ക് എഴുതിയിട്ട് വെക്കണം, വീണ്ടും അത് കൊണ്ടു കൊടുക്കണം. ഇങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഉണ്ടായത്. പിന്നെ ഈ രജിസ്റ്റേർഡൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ വീട്ടിലും എത്തും വേണം, അതിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കണം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മേലുദ്യോഗസ്ഥന്മാരെ ചീത്തയൊക്കെ കേൾക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ രജിസ്റ്റേർഡുകളും കത്തുകളും ഒക്കെ കുറഞ്ഞോ റിട്ടയർമെന്റ് സമയമാകുമ്പോഴത്തേക്ക്? പിന്നെ ഇഷ്ടംപോലെ രജിസ്റ്റേർഡൊക്കെ വരാൻ, സ്പീഡ് പോസ്റ്റൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഈ സ്പീഡ് പോസ്റ്റ് അന്നന്ന് കൊടുത്ത് തീർക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ രാത്രി 7 മണി 8 മണിക്ക് വരെ ഞാൻ കത്ത് കൊണ്ടു കൊടുക്കലുണ്ട്. അപ്പോൾ ഈ 30 വർഷമായി ഈ മാടക്കുന്ന് പ്രദേശത്തെ ഏറ്റവും അടുത്തറിയുന്ന ഒരാളാണല്ലോ രാമദാസ് ഏട്ടൻ. അന്ന് വീടുകളൊക്കെ അടുത്തടുത്തുണ്ടാവില്ല, വളരെ ദൂരങ്ങളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. എന്താണ് ഈ 30 വർഷത്തെ ഒരു മാറ്റം മാടക്കുന്നിനുണ്ടായത് തോന്നുന്നത്? അതെ, 30 വർഷത്തിന് മാറ്റം വന്നതിന് ശേഷം ഇഷ്ടംപോലെ അടുത്തടുത്ത് വീടുകളുണ്ടായി. അതുകൊണ്ട് ഈ കത്തുകൾ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അധികം ഉണ്ടായിട്ടില്ല. പിന്നെ എളുപ്പമായിരുന്നു. ഇപ്പം ഈ ഡിവൈസൊക്കെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടറിലൊക്കെ ആയതുകൊണ്ട് കയറ്റി. അപ്പോൾ അതായത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാൽ കത്തൊക്കെ ഞാൻ ഇപ്പം കൊണ്ടു കൊടുക്കലുണ്ട്. ഇപ്പോൾ ഞാൻ ലീവിനൊക്കെ നിൽക്കലുണ്ട്. പക്ഷേ ഡിവൈസ് ഒന്നും ഞാൻ കൈകാര്യം ചെയ്യില്ല. അവിടെയുള്ള പോസ്റ്റ്മാൻമാർ ലീവ് എടുക്കുമ്പോൾ രാമദാസ് ഏട്ടൻ ചെയ്യാറുണ്ട്. പുതിയ പോസ്റ്റ്മാൻമാരൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കാനൊക്കെ പോകാറുണ്ട്. ഇഷ്ടംപോലെ ഞാൻ പോയിട്ടുണ്ട്. 2 പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോയി സഹായിക്കാറുണ്ട്. കാവുമന്നം പോസ്റ്റ് ഓഫീസ്, മാടക്കുന്ന് പോസ്റ്റ് ഓഫീസിലൊക്കെ. ഇഷ്ടമായിരുന്നോ ഈ ജോലി, അതോ ഒരു ജോലി എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തതായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. എല്ലാ ജനങ്ങളായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ ദിവസം കാണും. എനിക്ക് വീട്ടിലിങ്ങനെ അടങ്ങിയിരിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ആളുകളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു ജോലി എന്ന് പറയുന്നതുകൊണ്ട് ഈ ജോലിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ മണി ഓർഡറുകളൊക്കെ കൊണ്ടു കൊടുത്ത ഓർമ്മകളുണ്ട്? ഇഷ്ടംപോലെ ആൾക്കാർ കാത്തിരിക്കും. അന്ന് പെൻഷൻ ഞങ്ങളെ കൊണ്ടു കൊടുക്കുക. ഇപ്പോഴാണ് ബാങ്കുകാരൊക്കെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പൈസ ഒന്നും വേണ്ട, ഇങ്ങനെ എൻ്റെ കടമയാണ് ഇത് ചെയ്തത്, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കില്ലായിരുന്നു. പിന്നെ ഈ ദുബായിൽ നിന്നൊക്കെ കത്ത് വരാൻ വേണ്ടി കാത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ രാമദാസ് ചേട്ടനെ അന്വേഷിച്ച് വരാറുണ്ടോ? കത്ത് വന്നോ? എത്ര വീട് വരെ വന്നിട്ടുണ്ട്. ചില പെണ്ണുങ്ങളെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് കത്തയച്ചിട്ടുണ്ട്, എന്താ കിട്ടിയില്ലേ ചോദിക്കും. നമ്മൾ കത്ത് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങളെ കയ്യിലെത്തിക്കും. രാത്രിയായിരുന്നു ഞാൻ കൊണ്ടുത്തരും. അങ്ങനത്തെ സമാധാനമാക്കി അവർ പോകും. അങ്ങനെ വളരെ വൈകി രാത്രിയൊക്കെ എന്തെങ്കിലും കത്തുകളോ പിന്നെ അറിയിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു കൊടുത്തൊരു ഓർമ്മ? ഉണ്ട്. ഇൻ്റർവ്യൂ കാർഡ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളെ നടക്കേണ്ട ഇൻ്റർവ്യൂ കാർഡാണ്. അത് പെട്ടെന്ന് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അവരെ ജോലി നഷ്ടപ്പെട്ടു പോകുമല്ലോ വിചാരിച്ച് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അബദ്ധത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെന്നെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെ പല മുഹൂർത്തങ്ങൾക്കാണല്ലോ നമ്മൾ സാക്ഷികളാവുക. ചിലർക്ക് ജോലി കിട്ടാനുള്ളത്, മണി ഓർഡറുകൾ, വളരെ വൈകി കാത്തിരിക്കുന്ന ഒരു കത്ത്. അങ്ങനെ ഈ ഒരു സർവീസിനിടയ്ക്ക് ഏറ്റവും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സംഭവം ഏതാണെന്നൊന്ന് പറയാമോ? മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു കത്ത്, ഒരു പ്രശ്നം വന്നായിരുന്നു. ഒരു പ്രേമലേഖനമായിരുന്നു. അത് ഞാൻ കൊണ്ട കൊടുത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം. പാർട്ടിക്ക് അത് വലിയ നല്ല ആളല്ല. ഞാൻ വല്ല വീട്ടിൽ അവതരിപ്പിച്ച് ഇങ്ങനൊരു കത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്നും പറയരുത്, പിന്നെ കുട്ടീനൊന്നും പറയരുത്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കൈകാര്യം ചെയ്തോളെന്നും പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാ അപ്പോൾ രാമദാസ് ചേട്ടന് മനസ്സിലായത്? ഇങ്ങനെ വന്നത് കത്ത് കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നോ? കൊടുക്കേണ്ട ആൾ? അത് കൊടുക്കേണ്ട ആളെന്നോട് പറഞ്ഞു ഇങ്ങനൊരു കത്ത് വരും, അത് വീട്ടിൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ എനിക്ക് തോന്നി ഇതെന്തോ ചൊറയാണെന്നല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. അങ്ങനെ
ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് പോസ്റ്റ്മാനാണ് വീട്ടിൽ അറിഞ്ഞത് എന്നുള്ളത് പിന്നെ എന്തെങ്കിലും പറയുമോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല, പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിച്ച് പിന്നെ എന്നോട് വലിയ കാര്യമായി പോയി. അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണ്ട വന്നുകൊണ്ട് അതിനൊരു തീരുമാനമായി. അതിൻ്റെ ഇടയ്ക്കും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെയുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് മുഖാന്തരം കത്തെൻ്റെ തരും, കൊണ്ടു കൊടുക്കാൻ പറയും. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണം, പൈസ എത്ര വേണമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ വേണം കൊടുത്തേക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതിലുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതുപോലെയുള്ള രസകരമായ ഓർമ്മ? രസകരമായ പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഭയങ്കര വിഷമം പിടിച്ചത് അന്നത്തെ കുത്തി ഒഴുകുന്ന പുഴയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കുട്ടി ഇനി എടുത്തിട്ട് ഈ പെണ്ണുങ്ങൾ മരിക്കാൻ വേണ്ടി പോയത്. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായി പോയത്. അതിന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ആ കുട്ടീനെ ഞാൻ പറഞ്ഞു, നീ വേണേൽ ചാടി മരിച്ചോ, ആ കുട്ടീനെ ഇങ്ങോട്ട് വേണ്ട, അത് കുട്ടീനെയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് അങ്ങനെ രക്ഷപ്പെടുത്തിയ. അപ്പം ഇപ്പോൾ ഉണ്ട് ആ കുട്ടി, അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. പിന്നെ കുട്ടി ഇപ്പൊ അടുത്തൊരു വീട്ടില് ഒരു ചക്കരായിട്ട് സുഖമായി ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെ കാണുമ്പോ ചാരിതാർത്ഥ്യാണോ ഈ ഒരു ജോലി ചെയ്തത്? ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാണുമ്പോ അവർക്ക് ഈ ഒരു നന്ദി അന്നങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അന്ന് രാമദാസ് ചേട്ടൻ വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പിന്നീട് എപ്പോഴെങ്കിലും അവർ തോന്നിയിട്ടുണ്ട്. ഒരു ഇഷ്ടം പോലെ. പിന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി കേട്ടോ, ക്യാൻസറായിട്ട് മരിച്ചുപോയി. ഇപ്പൊ ആ കുട്ടിയേ ഉള്ളൂ. അതിൻ്റെ ഒരു കുട്ടിയുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇത്തരത്തിൽ ഇങ്ങനെ വളരെ ദുർഘടമായ പാതകളിലൂടെ കാറ്റിനെയും വെയിലിനെയും മഴയെയും ഒന്നും വകവയ്ക്കാതെ പോകുമ്പോഴും പോസ്റ്റൽ മേഖലയിൽ ശമ്പളം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കുറവാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നി? ഉണ്ട്. 232 റുപ്യല്ല അന്നത്തെ ശമ്പളമുള്ളൂ. ആ ശമ്പളത്തോട് അങ്ങനെ കഴിയും. പിന്നെ ഈ സാധനത്തിനൊന്നും അത്ര വിലയൊന്നും ഇല്ലല്ലോ. ഇപ്പാണല്ലേ വില കൂടിയത്. ഇപ്പം എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. അതാണ് വിഷമമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരാണ്. ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്ന് കിട്ടുന്ന 1600 റുപ്യ പെൻഷൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ആർക്കും കിട്ടില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയൊക്കെ ഒരു ആനുകൂല്യങ്ങൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കഷ്ടപ്പാടിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം പിന്നെ എന്തായാലും കൂടുതൽ ശമ്പളം കിട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സമരത്തിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും കാര്യമില്ല. എന്തായാലും ഈ ഒരു ജോലി വളരെ ഇഷ്ടത്തോടെ ചെയ്ത് പൂർത്തിയാക്കിയ ഒരാളാണ്. ഇഷ്ടംപോലെ ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ. അതിപ്പോൾ എവിടെ കണ്ടാലും ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമായി എന്നോട്. രാമദാസ് എൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, പിന്നെ സാവിത്രി, പിന്നെ മകൻ നിതിൻ ദാസ്, പിന്നെ മകൻ്റെ ഭാര്യ അതുല്യൻ്റെ മോള് നിഹാരിക. ഒരു കുട്ടിയുള്ളൂ. ഓൻ ദുബായിലാണ്. വേറെ ഇല്ല, ആരുമില്ല. ഇപ്പം ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം റേഡിയോ മാറ്റിലേടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പോസ്റ്റ്മാൻ ആയിരുന്ന ആ സമയത്തെ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചതിൽ. വിശ്രമ ജീവിതവും ഇനി തുടർന്ന് നന്നായി പോട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. തന്റെ കർത്തവ്യങ്ങൾക്കിടയിൽ ആത്മഹത്യയുടെ വക്കിലെത്തിയ ഒരു കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന രാമദാസിന്റെ പ്രവർത്തനം വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ജോലി എന്നത് കേവലം ഉപജീവന മാർഗമല്ലെന്നും ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള അവസരം കൂടിയാണെന്നും അദ്ദേഹം തെളിയിച്ചു. 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷവും രാമദാസ് എന്ന പേര് ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്നത് പോസ്റ്റ്മാൻ എന്നതിലുപരി അദ്ദേഹം പകർന്നു നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴം കൊണ്ടാണ്. നിസ്വാർത്ഥമായ ഇത്തരം ജീവിതങ്ങളാണ് നാളെയുടെ പ്രത്യാശ. അഞ്ചലോട്ടത്തിൽ ഇന്ന് ശ്രോതാക്കളെ പരിചയപ്പെടുത്തിയത് മാടക്കുന്ന് സ്വദേശിയായ രാമദാസ് ഒക്കെയാണ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. पुष्पा कुमारी आप